Okay, praise God. Before Jesus ascended to heaven, യേശു കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യും മുമ്പേ he gave to us what we call the Great Commission. Mark 16:15 as an example. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 വാക്യങ്ങൾ നാം കാണുന്നത് പോലെ മഹാനിയോഗം യേശു തന്റെ സഭയ്ക്ക് നമുക്ക് നൽകി. I don't like to call it the Great Commission, I call it the Supreme Commission. അത് മഹാനിയോഗമെന്നല്ല, ഏറ്റവും ഏറ്റവും ഔന്നത്യമുള്ള മഹത്തായ നിയോഗമെന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. It sums up everything Jesus came to do and once done. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചോ, എന്തെല്ലാം ചെയ്തോ, അതിന്റെ മുഴുവൻ ആകത്തുകയാണ് ആ മഹാനിയോഗം. He said, go into all the world and preach the gospel to every person. ഭൂലോകമൊങ്ങും പോയി സകല സൃഷ്ടിയോടും നിങ്ങൾ സുവിശേഷം അറിയിക്കണം എന്നാണ് യേശു കൽപ്പിച്ചത്. Amen. ആമേൻ. This is the interest of God. ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുത. This is why Jesus went to the cross. അതിനുവേണ്ടിയാണ് യേശു ക്രൂശിൽ യാഗമായത്. And I have kept telling my own team again and again and again. വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്റെ ടീം അംഗങ്ങളോട് ഞാൻ പറയാറുണ്ട്, if we are interested in what God is interested, then God is interested in us. ദൈവം എന്താഗ്രഹിക്കുന്നോ, ദൈവം എന്താണ് ഏറ്റവും പ്രിയപ്പെടുന്നത്, അത് നമുക്ക് ഏറ്റവും പ്രിയ വിഷയമാകുന്നുവെങ്കിൽ നമ്മിൽ ദൈവവും ഏറ്റവും പ്രിയപ്പെടും. Amen. I repeat this because it is important. വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഒരിക്കലൂടെ ഞാൻ അത് ആവർത്തിക്കട്ടെ. If we are interested in what God is interested, then God is interested in us. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതെന്തോ അത് നമുക്ക് പ്രിയപ്പെട്ടതായി മാറുമെങ്കിൽ നാം ദൈവത്താൽ പ്രിയരായിത്തീരും. Amen. ആമേൻ. And this should be the direction of our lives. Lord, what is important to you? That shall be important to me. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിത്തറ ജീവിത ചിന്ത. ദൈവത്തിന് പ്രിയപ്പെട്ടതെന്തോ, ഇഷ്ടമായതെന്തോ അത് നാം പ്രിയപ്പെട്ടതായി മാറ്റുക. Let me quickly jump to John chapter 4, the story of the woman at the well. ശമരിയ സ്ത്രീയുടെ And listen carefully. കിണറിനരികെ യേശുവുമായി സന്ധിച്ച യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ആ സഹോദരിയുടെ ചരിത്രത്തിലേക്ക് വേഗത്തിൽ ഞാൻ കടന്നു വരട്ടെ. Jesus said to that woman, go and call your husband. നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക, യേശു അവളോട് പറഞ്ഞു. Off she went. അവൾ വന്നു, അവൾ പോയി. And over fulfilled her quota. അവളുടെ മുഴുവൻ നിയോഗവും അവൾ ചെയ്തു തീർത്തു. Whether her husband or her partner was among the people that came or not, the Bible doesn't say. അവളുടെ കൂടെ സഹകരിച്ചിരുന്ന പുരുഷന്മാർ ആരൊക്കെയെന്നോ, ആരുണ്ടായിരുന്നോ, ആരൊക്കെ കടന്നു വന്നോ, അതൊന്നും വേദപുസ്തകം പറയുന്നില്ല. But she brought everybody else's husband. എന്നാൽ അവളുടെ ഭർത്താവിനെ കൂടാതെ മറ്റ് ആ പട്ടണത്തിലെ സകലരെയും അവൾ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. And when Jesus saw all these men of Sychar approach him, ആ നഗരത്തിലെ ജനങ്ങൾ മുഴുവനും യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടുകൊണ്ട്, clad as it was customary in those days in their white garments, അക്കാലഘട്ടത്തിലെ അവിടുത്തെ ശമരിയ പട്ടണത്തിന്റെ രീതി അനുസരിച്ച് റബിമാരുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും മനോഹരമായ വെള്ളവസ്ത്രങ്ങൾ ധരിച്ചവർ വരാറുണ്ടായിരുന്നു. Jesus said to his disciples, lift up your eyes because the harvest is white. യേശു പറഞ്ഞു, നിവർന്ന് തലകളെ പൊക്കി നോക്കുക, കൊയ്ത്തിനു വേണ്ടി നിലങ്ങൾ വിളഞ്ഞിരിക്കുന്നു. And suddenly I saw something I had never seen before. It's absolutely profound, and I pray that you may never forget it. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അസാധാരണമായ ഒരു ദൈവിക വെളിപ്പാട്, നാം ഒരിക്കലും മറക്കരുതാത്ത അസാധാരണമായ ഒരു ദൈവിക വെളിപ്പാട് എനിക്ക് ലഭിച്ചു.
Jesus saves sinners to save sinners. യേശു പാപികളെ രക്ഷിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർ പാപികളെ രക്ഷയിലേക്ക് നടത്താൻ വേണ്ടിയാണ്. Hallelujah. Hallelujah. That woman was a real sinner. ആ സ്ത്രീ പട്ടണത്തിലേക്കും പാപിനിയായവൾ. Jesus saved that sinner, and that sinner brought all Sychar to the feet of Jesus. ആ പാപിനിയായ സ്ത്രീ യേശുവിനാൽ പിടിക്കപ്പെട്ട് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ആ പട്ടണത്തിലുള്ളവരെ മുഴുവൻ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. Jesus said, let's say it together. Jesus saved sinners to save sinners. നമുക്ക് ഒരുമിച്ച് പറയാം. യേശു പാപികളെ രക്ഷിക്കുന്നു, പാപികളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ. May the Lord help me to overfulfill my quota. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി പൂർത്തിയാക്കാൻ ദൈവം ഇടയാക്കട്ടെ. May the Lord help you to overfulfill your quota. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും നിയോഗവും പൂർത്തിയാക്കുവാൻ ദൈവം നിങ്ങളെ ഏറെ സഹായിക്കട്ടെ. India is white and ripe unto harvest in the name of Jesus. ഇന്ന് പകൽക്കാലം ഞാൻ പ്രഖ്യാപിക്കട്ടെ, യേശുവിന് വേണ്ടി ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ഭാരതരാജ്യം വിളഞ്ഞു കിടക്കുകയാണ്. കൊയ്ത്തിന്റെ ദിനങ്ങൾ ആഗതമായിരിക്കുകയാണ്. It's not in 4 months' time. It's now, Jesus said. It's now. യേശു പറഞ്ഞു, കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അത് 4 മാസം കഴിഞ്ഞല്ല, ഇപ്പോൾ തന്നെ നിലങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. That woman knew no theology. അവൾ വേദശാസ്ത്രം അറിയാവുന്ന ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റ് അല്ല. She had no degree in theology. വേദശാസ്ത്രത്തിൽ അവൾക്ക് ബിരുദമില്ലായിരുന്നു. She just had met Jesus an hour before. യേശുവിനെ അന്നാദ്യമായി അവൾ സന്ധിച്ചവളാണ്. And her message was only one. Her message was only one. അവൾക്ക് ഒരൊറ്റ ദൂത് മാത്രമേ, ഒരു പ്രസംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. She said, come. വരിക. Come and see a man who told me the whole truth. സകല സത്യവും പറയുന്ന ഒരുവനെ ഞാൻ കണ്ടെത്തി, വന്നു കാണുക. Come to Jesus. I have met Jesus. You need to meet him. ഞാൻ യേശുവിനെ കണ്ടെത്തി, നിനക്ക് യേശുവിനെ വേണം. യേശുവിന്റെ അടുക്കലേക്ക് വരിക. Amen. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. I somehow feel a fire burning in my heart. എന്റെ ഹൃദയത്തിൽ ഒരു തീ ആളിപ്പടരുകയാണ്. This fire conference here, ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ ഫയർ കോൺഫറൻസ് one day will be looked upon as a major event for the salvation of the whole of India. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, ഭാരത മഹാരാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ദൈവം ഒരുക്കിയതിലേക്കും ഏറ്റവും മഹത്തായ ദിവസങ്ങളായിട്ട് ദൈവം ഇതിനെ രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. Amen. ആമേൻ. And I come to preach the gospel in India on condition that you go and preach the gospel in Germany. ഞാൻ ഇന്ത്യയിൽ സുവിശേഷവുമായി വന്നത് ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ യേശുവിനെ ഈ രാജ്യത്തിന് കൊടുക്കണം. Hallelujah. Hallelujah. This is how God does it. അങ്ങനെയാണ് ദൈവം അത് പ്രവർത്തിക്കുന്നത്. Amen. ആമേൻ. I want to continue where I left off yesterday morning. ഇന്നലെ രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. I tell you something fantastic is about to happen here. ഇന്ന് പകൽ സംഭവിക്കാൻ പോകുന്ന അതിശയകരമായ ഒരു കാര്യം പറയാൻ പോകുകയാണ്. Something fantastic, something fantastic. വളരെ അതിശയകരമായത്, എന്തോ അത്ഭുതകരമായത് സംഭവിക്കുന്നു. Pentecost is the norm of Christianity, I already said. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മുഖമുദ്ര. And when the Holy Spirit falls, that is when everybody gets going. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരുടെ മേൽ, വ്യക്തികളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ അവർ സുവിശേഷവുമായിട്ട് പോകുവാൻ തുടങ്ങും. Hallelujah. ഹല്ലേലൂയ.
I was just a boy of 11 years of age when Jesus filled me with the Holy Spirit. 11 വയസ്സ് പ്രായമുള്ള ഒരു ബാലകനായിരുന്നപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടത്. I'm now 68 years of age, but I tell you, I still have the same flame I got when I was 11. ആമേൻ. ഇപ്പോൾ എനിക്ക് 68 വയസ്സുണ്ട്. ഒരു 11 വയസ്സുള്ള കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ പ്രാപിച്ച അതേ അഭിഷേകത്തിന്റെ അഗ്നി ഇപ്പോഴും എന്റെ ഉള്ളിൽ ആളി പടരുകയാണ്, പടർന്നു കത്തുകയാണ്. Hallelujah. Hallelujah. This morning I want to explain to you the baptism into the Holy Spirit, okay? പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് വിശദീകരിക്കുവാനാണ് ഇന്ന് രാവിലെ ഞാൻ ആഗ്രഹിക്കുന്നത്. After me is coming Peter Vandenberg, and you will be greatly blessed. എനിക്ക് ശേഷമായിട്ട് പീറ്റർ കടന്നു വന്ന് ശുശ്രൂഷിക്കും. നിങ്ങൾ ഇന്ന് വാസ്തവമായി അനുഗ്രഹിക്കപ്പെടും. He is a champion preacher. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗകനാണ് അദ്ദേഹം. Amen. 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 Praise God. Praise the Lord. Now listen please. ദയവായി ശ്രദ്ധിക്കുക. These are just common truths, so I'm not trying to do as if, you know, this is all brand new. It's all from the Bible. വളരെ ലളിതമായ നമുക്ക് അപരിചിതമല്ലാത്ത സത്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വളരെ പുതിയത് എന്ന് ധരിക്കുന്നൊന്നുമല്ല. വേദപുസ്തകത്തിലെ സത്യങ്ങളാണ് ഇവിടെ പറയുന്നത്. If you know it, you will be reminded of the same truths again. നിങ്ങൾ സത്യം അറിയുന്നുവെങ്കിൽ ആ സത്യത്തെ വീണ്ടും 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 ഓർപ്പിക്കുന്നത് ഉചിതമാണ്. My whole objective is one thing. എൻ്റെ മുഴുവൻ ലക്ഷ്യവും ഒന്നാണ്. To get all the wood burning for Jesus. എല്ലാ ഹൃദയങ്ങളും യേശുവിനു വേണ്ടി ഇന്ന് പകൽക്കാലം എരിഞ്ഞു കത്തണം. Amen. How many of you have come for the fire? ഇന്ന് പകൽക്കാലം ഒരഗ്നിക്ക് വേണ്ടി ഇറങ്ങി വന്ന, തീക്ക് വേണ്ടി ഇറങ്ങി വന്ന എത്ര പേരുണ്ട്? Fire! ദൈവത്തിന്റെ അഗ്നിക്ക് വേണ്ടി. Fire, fire, fire. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ അഗ്നി. What is fire in your language? I'm asking you. Just fire. തീ. Huh? തീ. Thee. Have you come for thee? It sounds good. Thee. Hallelujah. Now, the baptism into the Holy Spirit and with fire is a New Testament experience. You don't find it in the Old Testament. പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫലം എന്ന് പറയുന്നത് ആളിക്കത്തുന്ന ഒരു അഗ്നിയുടെ അനുഭവമാണ്. It is so unique to the New Testament. പഴയ നിയമത്തിൽ നമുക്കത് കാണാൻ കഴിയത്തില്ല. പുതിയ നിയമത്തിൽ മാത്രം നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പുതിയ നിയമത്തിലെ അതുല്യമായ സത്യമാണത്. That the term baptism into the Holy Spirit and with fire does not occur in the Old Testament because it was not for that period. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള തീമുള്ള സ്നാനം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത് പുതിയ നിയമത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. The first time we read of the baptism into the Holy Spirit and with fire is right when the New Testament opens. Matthew chapter 3 verse 11. വേദപുസ്തകത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമുള്ള സ്നാനത്തെക്കുറിച്ച് നാം വായിക്കുന്നത് പുതിയ നിയമം തുറക്കുന്ന ആദ്യ പുസ്തകമായ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ്. This new experience had to get a brand new name. ഒരു പുതിയ അനുഭവത്തിലൂടെ, ഫലത്തിലൂടെ ഈ പുതിയ അനുഭവം നാം പ്രാപിക്കുക. A brand new name. ഒരു പുതിയ പേരോട് കൂടെ. John the Baptist was the one who introduced this subject. യോഹന്നാൻ സ്നാപകനാണ് ഈ വിഷയം പരിചയപ്പെടുത്തിയത്. And this is what he said. അവൻ പറഞ്ഞത്, യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. I read from Matthew 3:11. 3-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. He said, I indeed baptize you with water unto repentance, but he who is coming after me is mightier than I, whose sandals I'm not worthy to carry. He will baptize you with the Holy Spirit and fire. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ.
എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും സ്നാനമേൽപ്പിക്കും. തീ. Hallelujah. ഹല്ലേലൂയ. Okay, now I want you to just visualize this a little bit. നിങ്ങളുടെ ദൃശ്യമായ നിങ്ങളുടെ മനസ്സിന്റെ തലങ്ങളിലൂടെ അതൊന്ന് ഭാവന കണ്ടാട്ട്. Here is John the Baptist യോഹന്നാൻ സ്നാപകൻ ഇവിടെ നിൽക്കുന്നു, baptizing people into water in the വെള്ളത്തിൽ river Jordan. യോർദാൻ നദിയിൽ ജനങ്ങളെ സ്നാനപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ നിൽക്കുന്നു. Cold water, as a matter of fact. വളരെ തണുത്ത വെള്ളത്തിലാണ് യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നത്. That's why some people still think Christianity is wet and cold. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു തണുപ്പൻ സാധനമാണെന്ന്. But John says this. എന്നാൽ യോഹന്നാൻ പറയുന്നത് ശ്രദ്ധിക്കുക. I baptize you into water unto repentance. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നതേയുള്ളൂ. But after me somebody greater than I is coming. എന്നാൽ എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, എന്നിലും ബലവാനായവൻ. I'm not worthy to carry his sandals. അവന്റെ ചെരുപ്പ് ചുമക്കാൻ പോലും ഞാൻ മതിയായവനല്ല. But he who comes after me, he is the baptizer into the Holy Spirit and with fire. എനിക്ക് പിന്നാലെ ആര് വരുന്നോ, എനിക്ക് പിന്നാലെ വരുന്ന അവനാണ് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കുന്നത്. Now I tell you what that implied. എന്താണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് പറയട്ടെ. And signified. എന്താണ് അതിന്റെ പ്രാധാന്യമെന്നും ശ്രദ്ധിക്കുക. John the Baptist introduced another Baptist, Jesus the Baptist. യോഹന്നാൻ എന്ന സ്നാപക യോഹന്നാൻ മറ്റൊരു സ്നാപകനെ പരിചയപ്പെടുത്തുകയാണ്. But there was a big difference between the two baptizers, the two Baptists, if you wish. എന്നാൽ ഈ രണ്ട് സ്നാപകരും തമ്മിൽ, ഈ സ്നാനപ്പെടുത്തുന്ന രണ്ട് വ്യക്തികളും തമ്മിൽ വളരെ രൂഢമൂലമായ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. One big distinction was this. ഒന്നിതാണ്, John baptized into the waters of the river Jordan. യോർദാൻ നദിയുടെ താഴങ്ങളിലേക്കാണ് ഈ യോഹന്നാൻ സ്നാനം കൊടുത്തിരുന്നത്. But here was Jesus standing. എന്നാൽ നോക്കൂ, അതിന്റെ പിന്നാലെ യേശു നിൽക്കുന്നു. Jesus the baptizer. യേശു സ്നാപകനാണ്. Jesus did not stand in a river, does not stand in a river of water. വെള്ളമുള്ള ഒരു നദിയിലല്ല യേശു നിൽക്കുന്നത്. He is standing in a river of liquid fire. യേശു നിൽക്കുന്നത് വെള്ളത്തിലല്ല, അഗ്നിയാൽ നിറഞ്ഞ ഒരഗ്നി തടാകത്തിന്റെ ഉള്ളിലാണ് യേശു നിൽക്കുന്നത്. The fire of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ തീയിൽ യേശു നിൽക്കുന്നു. John had a cold job. Jesus has a hot job. യോഹന്നാന് ഒരു തണുപ്പൻ ജോലിയാണ്, എന്നാൽ യേശുവിനോ ഒരു ചൂടൻ ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. Tomorrow morning you are going to enter that river of fire. നാളെ പകൽക്കാലം ആത്മാവിന്റെ ഒരു നദിക്കുള്ളിലേക്ക് നാം ഒഴുകി ഇറങ്ങാൻ പോകുകയാണ്. Say amen. Amen. Now, next, I want to explain to you the meaning of the word baptism. I learned that as a Sunday school boy. And you probably too. ഒരു സൺഡേ സ്കൂൾ കുട്ടിയുടെ ആ മനോഭാവത്തോടു കൂടെ സ്നാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. The word baptism today is a religious word. ബാപ്റ്റിസ്മ എന്ന വാക്ക് ഇന്ന് മതപരമായ ഒരു വാക്കാണ്. The moment you say baptism, everybody thinks of the church, and that is absolutely correct. ബാപ്റ്റിസം, സ്നാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അതിന് സഭയുമായി ബന്ധമുണ്ട് എന്നതാണ് നമ്മിൽ വരുന്നത്. But 2000 years ago, the word baptism was a common speech word.
എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു മതപരമായ വാക്കല്ലായിരുന്നു, സാധാരണ ജനങ്ങളുടെ സംസാര ഭാഷയുടെ ഭാഗമായിരുന്നു. Baptism just meant to dip under. ഏറ്റവും അടിയിലേക്ക്, ഏറ്റവും താഴ്ചയിലേക്ക് ഒരു വസ്തുവിനെ മുക്കുന്നതാണ് ആ വാക്കിന്റെ ലളിതമായ അർത്ഥം. To dip under. Baptizo, baptizing, baptism. That's where our word baptism derived from. ബാപ്റ്റോ, ബാപ്റ്റിസ്മ തുടങ്ങി വെള്ളത്തിന്റെ അടിയിലേക്ക്, ആഴത്തിലേക്ക് ഒരുവനെ മുക്കി എടുക്കുന്ന ആ പ്രത്യേക ചടങ്ങ്, ആ പ്രത്യേക കാര്യമാണ് ബാപ്റ്റിസം, സ്നാനം എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. This term was especially used in the trade of dyeing fabrics. ഏതെങ്കിലും ഒരു വസ്തു പ്രത്യേകമായ നിലയിൽ ഡൈ ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരുന്നത്. When the dyer took the cloth, ആ ഡൈയുടെ ഉള്ളിലേക്ക് ഒരു വസ്ത്രം മുഴുവൻ മുക്കി എടുത്ത്. Yes. Can you still see me in spite of the cloth? ആ വസ്ത്രം മുഴുവൻ പൊക്കിയെടുക്കുന്ന കാണാൻ കഴിയുമോ? വസ്ത്രമില്ലെങ്കിലും അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ വസ്ത്രം പൊക്കിയെടുക്കുന്നത് പോലെ? And the dyer now slowly immersed the cloth into the dye. ഉയർത്തിപ്പിടിച്ച ആ വസ്ത്രത്തെ ആ നിറത്തിന് വ്യത്യാസം വരുന്ന ഡൈയുടെ ഉള്ളിലേക്ക് പതിയെ പതിയെ അത് ചെയ്യുന്ന ആ കലാകാരൻ, ആ വ്യക്തി അത് താഴേക്ക് മുക്കുന്നു. The process of dipping meant baptism. ആ വസ്തുവിനെ, ആ പദാർത്ഥത്തിന്റെ ഉള്ളിലേക്ക് മുക്കുന്നതിനെയാണ് ബാപ്റ്റിസം, സ്നാനമെന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്. And now listen to me and look at me. ദയവായി ശ്രദ്ധിക്കണം, എന്നെ നിങ്ങൾ നോക്കുകയും വേണം. When the dyer dipped the cloth into the dye, ആ ഡൈയിലേക്ക്, ആ പദാർത്ഥത്തിന്റെ ഉള്ളിലേക്ക് ആ വസ്ത്രത്തെ മുക്കിയെടുക്കുമ്പോൾ something fantastic happened. അവിടെ ചിലത് അത്ഭുതകരമായി രൂപാന്തരം സംഭവിക്കാൻ പോകുകയാണ്. The cloth was in the dye, and when the cloth was in the dye came into the cloth. എപ്പോഴൊക്കെ ഈ വസ്ത്രം ഡൈയുടെ ഉള്ളിലാകുമോ, ഡൈ അതിന്റെ അകത്ത് ആയിത്തീരുമോ, ആ ഡൈയുടെ നിറം വസ്ത്രത്തിലേക്ക് പടർന്നു പിടിക്കുകയാണ്. And when the dyer pulled the cloth out of the dye, ആ ഡൈയുടെ ഉള്ളിൽ നിന്ന് ആ വസ്ത്രത്തെ പതിയെ പതിയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ, surprise, surprise, ഒരത്ഭുതം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. the cloth had totally changed. വെള്ളത്തിൽ മുക്കിയ തുണിയല്ല പുറത്തു വരുന്നത്, തികച്ചും വ്യത്യസ്തമായ രൂപാന്തരമുള്ള ഒരു വസ്ത്രമാണ് അപ്പോൾ പുറത്തേക്ക് കടന്നു വരുന്നത്. The cloth had absorbed the properties of the dye. ഡൈയുടെ അകത്തുള്ള മുഴുവൻ പദാർത്ഥങ്ങളും, മുഴുവൻ രാസപദാർത്ഥങ്ങളും ഈ വസ്ത്രം അത് മുഴുവൻ അതിലേക്ക് പകർന്നിരിക്കുകയാണ്. The cloth had accepted the nature of the dye. ആ ഡൈയുടെ, ആ പദാർത്ഥത്തിന്റെ മുഴുവൻ സ്വഭാവവും ഇപ്പോൾ ഈ വസ്ത്രം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. And now ഇപ്പോൾ the cloth looked like the dye. ഇപ്പോൾ നോക്കുമ്പോൾ ഡൈയുടെ നിറം എന്താണോ അതുപോലെ തന്നെയാണ് വസ്ത്രത്തിന്റെ നിറവും. Now the cloth smelled like the dye. ഇപ്പോൾ നിങ്ങൾ ഈ വസ്ത്രം ഒന്ന് മണത്തു നോക്കൂ, ഡൈയുടെ മണമാണ് വസ്ത്രത്തിനും കിട്ടിയിരിക്കുന്നത്. That is what baptism means. ഇതാണ് സ്നാനമെന്നതിലൂടെ അർത്ഥമായി നാം മനസ്സിലാക്കേണ്ടത്. Now, tomorrow, ഇപ്പോൾ, നാളെ, maybe even already today, ചിലപ്പോൾ ഇന്ന് പകൽക്കാലം a river of fire is going to arrive right here. നിന്റെ അടുക്കലേക്ക്, നീ ഇരിക്കുന്ന ഇടത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നദി ഒഴുകി നിന്റെ അടുക്കലേക്ക് ഇന്ന് പകൽക്കാലം എത്തുവാൻ പോകുകയാണ്.
Jesus will stand in that river of fire. ആത്മനദിയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം നിൽക്കുന്നത് മറ്റാരുമല്ല, ആത്മസ്നാപകനായ യേശു അതിന്റെ നടുവിൽ നിൽക്കുകയാണ്. He will beckon you. അവൻ നിങ്ങളെ വ്യത്യാസപ്പെടുത്തും, അവൻ നിങ്ങളെ സ്നാനപ്പെടുത്തും. And you join him in that river of fire. യേശുവിനോട് ചേർന്ന് നീ അവനോട് ഒരുമിച്ച് ഈ ആത്മനദിയിൽ സ്നാനമേൽക്കാൻ പോകുകയാണ്. He will throw his arm around your shoulder. അവൻ നിന്റെ കഴുത്തിന്റെ ശരീരത്തിന് ചുറ്റും നിന്റെ ചുമലിൽ അവന്റെ കരം വെക്കും. And then the miracle begins to happen. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സാധാരണ കാര്യമല്ല, അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. He will dip you into that river of the fire of the Holy Spirit. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്, ആത്മനദിയുടെ ഉള്ളിലേക്ക് യേശു നിന്നെ താഴേക്ക് ഇറക്കി നിന്നെ അവിടെ മുക്കി പൊക്കുവാൻ ഇന്ന് പകൽക്കാലം യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. You in the fire and the fire in you. നിങ്ങൾ അഗ്നിയുടെ ഉള്ളിലും അഗ്നി നിങ്ങളുടെ ഉള്ളിലുമായി ആത്മാവിന്റെ അഗ്നി നിന്റെ ഉള്ളിൽ നിന്ന് ആളി പടരാൻ പോകുകയാണ്. ഹല്ലേലൂയ. And when he lifts you out of that river of the fire of the Holy Spirit, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് യേശു കർത്താവ് ആത്മനദിയുടെ ഉള്ളിൽ നിന്ന് നിന്നെ മുക്കി പൊക്കിയെടുത്ത് വേറൊരു വ്യക്തിയായി പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. surprise, surprise. അത്ഭുതം കാത്തിരിക്കുന്നു, അത്ഭുതം കാത്തിരിക്കുന്നു. You have totally changed. നീ ഇപ്പോൾ ആയിരിക്കുന്ന തലത്തിലല്ല, നീ മുഴുവനായി മാറ്റപ്പെട്ട വ്യക്തിയായി ഇന്ന് പകൽ മാറുവാൻ പോകുകയാണ്. You look like fire. നിന്നെ കാണുന്നവർ തീ കാണുന്നത് പോലെ, അഗ്നി കാണുന്നത് പോലെ കാണാൻ പോകുകയാണ്. You have accepted the heavenly nature. സ്വർഗീയ അനുഭവങ്ങളുടെ സ്വർഗീയ ആളത്വത്തിന്റെ അതേ രൂപമായിട്ട് ഇന്ന് മകൾ നീ രൂപാന്തരം പ്രാപിക്കാൻ പോകുകയാണ്. You smell like fire. നീ അഗ്നി മണക്കുന്നവനായി, തീ മണക്കുന്നവനായി മാറാൻ പോകുകയാണ്. You feel like fire. നിന്റെ ശരീരത്തിൽ അഗ്നി നീ അനുഭവപ്പെടും, തീ നിനക്ക് അനുഭവപ്പെടാൻ പോകുകയാണ്. And when you come out of that river, ആ നദിയിൽ നിന്ന് നീ പുറത്തു വരുമ്പോൾ, wherever you go, oh yes, നീ എവിടെയെല്ലാം പോകുമോ, even 100 years from now, ഇപ്പോൾ നീ പോകുന്ന ഇടങ്ങളിലെല്ലാം, wherever you go, നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും you are dripping fire. നീ പോകുന്ന ഇടത്ത് നീ തീ പടർത്താൻ പോകുകയാണ്, തീ കത്തിക്കാൻ പോകുകയാണ്, ആത്മാവിനെ അഗ്നി നീ ആളി പടർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. Hallelujah. 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 Every devil in India will respect you. ഭാരതത്തിലുള്ള സകല ദുഷ്ട പിശാചുക്കളും ഇന്ന് പകൽക്കാലം നിന്നെ കണ്ട് പേടിച്ച്, നിന്നെ കണ്ട് ഭയപ്പെട്ട് തീങ്കലവൻ പറന്നു പോകാൻ പോകുകയാണ്. You have authority over all the power of the enemy. പിശാചിന്റെ ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്തുവാൻ കഴിയുന്ന അഭിഷേകത്തിന് തീ നിലവിൽ സ്വർഗം പടർത്തുന്നു. Silver and gold I don't have, but such as I have, I give unto you. In the name of Jesus, rise up and walk. വെള്ളിയും പൊന്നും എനിക്കില്ല, നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ദൈവത്തിന് വേണ്ടി
Oh, the Holy Spirit is already falling everywhere. The Holy Spirit is falling. Fire, fire, fire! തീ 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 ദൈവത്തിന്റെ തീ പടരുന്നു. Fire! തീ Fire, fire, തീ fire, തീ fire! തീക്കഷണങ്ങൾ പടരുന്നു. I praise you. I praise you. I praise you. I love you, Jesus. I love you, Jesus. I love you, Jesus. I love you, Jesus. You turn your angels into winds and your ministers into flames of fire. Flames of fire will go from here across this great nation. Hallelujah. Amen. 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 The fire's falling already. The fire's falling already. The fire's falling already. Longolo bashi borosi alala bagabasokovati. Elebegaria shabala masoro yolokosi. Marraba popola bakashanti alava sorro popotaya. Hallelujah. India is being saved. India will stand before the throne of God and worship the Lamb that was slain. Indians will become God's firemen and firewomen across the whole world, preaching the gospel with firepower in Jesus' name. Hallelujah. I would like to continue with my teaching, please, if possible. Rabala Magasi Kolova. Well, the fire is falling. What more do we want? Charabaga Sanalabagatoria Nelebesi Andalama Shabalamago. Young men shall see visions. ദർശനങ്ങൾ വെളിപ്പാടുകൾ. Sons and daughters shall prophesy. ചിലർ പ്രവചനാത്മാവിനാൽ നിറയപ്പെടുന്നു. കൃപാവരങ്ങൾ വ്യാപരിച്ചു തുടങ്ങുന്നു. Where are you, sons and daughters? വ്യത്യാസങ്ങൾ, വലിയ വ്യത്യാസങ്ങൾ. Prophesy in the name of Jesus. അത്തരം തുറന്ന് പ്രവചനാത്മാവിനാൽ നിറയപ്പെടുക, പ്രവചിക്കാൻ തുടങ്ങുക. Speak inspired by the Holy Spirit. അഭിഷേകത്താൽ നിറഞ്ഞു കവിഞ്ഞ് നീ സംസാരിക്കാൻ തുടങ്ങ്. അഭിഷേകത്താൽ നിറഞ്ഞു കവിഞ്ഞ് ഇപ്പോൾ ഇറങ്ങി മറിഞ്ഞ് സംസാരിക്കാൻ. Hallelujah. Marabatala Mashiach Urabala Kilala Parobo Shabarabasi Alalabasi. The fire is falling. Your entire personality is being soaked with the fire of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ തീ കൊണ്ട് നിന്റെ ദേഹം സ്നാനപ്പെടുന്നു, നിന്റെ ദേഹി നിറയപ്പെടുന്നു, നിന്റെ ആത്മാവ് നിറയപ്പെടുന്നു. നീ സമ്പൂർണ്ണ ആളത്വം ആത്മതീക്കകത്ത് ഇന്ന് പകൽക്കാലം മുക്കി പൊക്കിയെടുക്കുകയാണ്. You shall be soaked with the fire. സ്വർഗത്തിന്റെ ആത്മനദിക്കകത്ത് നീ മുഴുകുകയാണ്, നീ ഇറങ്ങുകയാണ്, നീ അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. As of today, says the Lord. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. Wherever you go, you will leave behind you traces of fire. നീ എവിടെയെല്ലാം പോകുമോ ആത്മാവ് നിന്നോട് പ്രവചനാത്മാവിൽ പറയുന്നു, നിന്റെ പിന്നാലെ ഒരു തീ കടന്നു വരികയാണ്, നിന്റെ പിന്നിൽ ദഹിപ്പിക്കുന്ന ഒരു അഗ്നി കടന്നു വരികയാണ്. Your ways will be marked by traces of fire, said the Lord. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാളി പടരുന്ന അഗ്നിയുടെ വ്യക്തിയായി ഇന്ന് പകൽ സ്വർഗ്ഗത്തിനെ നിറയ്ക്കുകയാണ്. I am with you, said the Lord. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യഹോവ അരുളി ചെയ്യുന്നു. To the end of time and to the end of the world. ലോകത്തിന്റെ അവസാനം വരെ, കാലത്തിന്റെ അവസാനം വരെ. Rabapashila Makasa. Orabapokoshayavasi. Himalamadoriya kosapalavata. Nikelevekasi arashayandi. Nabalabakosi antalavase. Elamarrabapoti kololovoshariyandololopaka. Just keep worshiping the Lord in new tongues. The Holy Spirit has fallen everywhere. Use that new language. It's from God. It's from the Holy Spirit. It's fire power. It's fire power. സ്വർഗ്ഗത്തിന്റെ തീ, സ്വർഗ്ഗത്തിലെ അഗ്നി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. It's holy fire power. അത് വിശുദ്ധ ആത്മാവിന്റെ അഗ്നിയാണ്, പവിത്രാത്മാവിന്റെ അഗ്നിയാണ്. Maraboboshila makasari. I praise you, Lord. I praise you, Lord. I praise you, Lord. I praise you, Lord. I praise you. Jesus is coming to you. Jesus is right there. He's with you right there. And the river of fire is flowing mightily, gloriously. Hallelujah. 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 God has His own timetable. God has His own timetable. In Jesus' name, in Jesus' name. Jesus' name. Receive in Jesus' name. Receive in Jesus' name. Now in Jesus' name. Oh, hallelujah. Oh, hallelujah. Oh, hallelujah. Oh, hallelujah. Oh, hallelujah. Oh, hallelujah.
Jesus is preparing somebody here to go and preach the gospel in Pakistan. That nation shall be born again, shall become born again by the Spirit of God. This mountain shall be removed, says the Lord. This mountain shall be removed. Prepare the way for the Lord. തിരിഞ്ഞു വരിക കർത്താവിലേക്ക്. Make straight in the desert a highway for our God. മരുഭൂമികളെ മുഴുവൻ വിശാല സ്ഥലമാക്കി സ്വർഗം മാറ്റട്ടെ. Every mountain shall be made low. എല്ലാ മലകളും മാറട്ടെ. Every valley shall come up. എല്ലാ താഴ്വരകളും നികന്നു വരട്ടെ. The crooked shall be made straight. For one reason. ഒറ്റ കാരണം കൊണ്ട്. The glory of the Lord shall be revealed. ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വം. All India shall see the glory of the Lord. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ നീ കാണാൻ പോകുകയാണ്. All Pakistan, all China shall see the glory of the Lord. എല്ലാ രാജ്യങ്ങളും ആ മഹത്വം കാണും. All flesh shall see it together. എല്ലാ ജനവും അത് കാണാൻ പോകുകയാണ്. Because the mouth of the Lord has spoken it. കാരണം ദൈവത്തിന്റെ പർവ്വതം പുകയുന്നു. Shout a mighty amen from earth to heaven. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഉറക്കെ ഒരു ഹല്ലേലൂയ, ഉറക്കെ ഒരു ആമേൻ. Hallelujah. You may be seated. ദയവായി ഇരുന്നാട്ട്. Let me add one or two things. I would like to add one or two things. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഓർമ്മ. When you come out of that river of fire, നിങ്ങൾ ആത്മാവിന്റെ നദിയിൽ മുങ്ങി പൊങ്ങി പുറത്തു വരുമ്പോൾ you are soaked. നിങ്ങൾ അതിന്റെ ഉള്ളിൽ നിമജ്ജനം ചെയ്യപ്പെടുകയാണ്. God's nature is fire. ദൈവത്തിന്റെ സ്വഭാവം തന്നെ അഗ്നിയുടേതാണ്. Now you have been filled with that fire. ആ സ്വഭാവത്താൽ നിങ്ങൾ മുഴുവനായി മുഴുകപ്പെടുകയാണ്. Your skin color doesn't matter. നിങ്ങളുടെ മുൻപുള്ള അവസ്ഥകൾ ഒരു വിഷയമല്ല. You now have a new color. ഇപ്പോൾ ഒരു പുതിയ നിറം തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. You are a flame of fire. ഇപ്പോൾ നിങ്ങളുടെ നിറം ഏതാണെന്നറിയാമോ? ആളിപ്പടരുന്ന തീയുടെ നിറമാണ് സ്വർഗം നിനക്ക് തന്നിരിക്കുന്നത്. Everybody will recognize you as an anointed of the Lord. ദൈവത്തിന്റെ അഭിഷേകം നിറയപ്പെട്ടവനെ പോലെ അഭിഷേകത്താൽ നിറയപ്പെട്ട ഒരു അഭിഷിക്തനായി നീ മാറ്റപ്പെടുകയാണ്. I am hot. I am hot. ഞാൻ ചൂട് പിടിച്ചവനാണ്. എന്നിൽ തീയുണ്ടെന്ന് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? Hallelujah. ഹല്ലേലൂയ. You are hot. Amen. ആമേൻ. I heard somebody say, when I pray for the sick, I lay my right hand on the sick, because that is the hand Jesus has anointed. നിങ്ങൾ ആരുടെയെങ്കിലും രോഗികളുടെ മേൽ കരം വെക്കുമ്പോൾ ഇനിയും പഴയ കൈയല്ല വെക്കാൻ പോകുന്നത്, യേശുവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ കരമാണ് വെക്കാൻ പോകുന്നത്. That is nonsense.
I say that if that man said he lays his right hand on the sick to be healed because the right hand Jesus has anointed, I say this is nonsense. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ ഒരാളുടെ തലയിൽ വലങ്കരം വെച്ച് ആ വലങ്കരം യേശുവിന്റെ കരമാണെന്ന് പറയുന്നത് അബദ്ധമാണ്. Do you really think when Jesus calls you to enter the river of fire that he will only dip one toe, one foot, or one hand into the fire? No. യേശു കർത്താവ് നിന്നെ ആത്മനദിയിൽ മുക്കി പൊക്കുന്ന സമയത്ത് നിന്റെ ഒരു കാല് മാത്രമേ മുങ്ങത്തുള്ളൂ, ഇടത്ത് കൈ മാത്രമേ മുങ്ങത്തുള്ളൂ, വലത് കൈ മാത്രമേ മുങ്ങത്തുള്ളൂ? No. അല്ല അല്ല. Don't believe such nonsense. അത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ കരുതരുത്, ചിന്തിക്കരുത്. Your entire personality gets a thorough soaking. നിങ്ങളുടെ ആളത്വത്തിന്റെ, നിങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിന്റെ സമസ്ത തലങ്ങളും ആത്മനദിക്കകത്ത് നിന്ന് നിറഞ്ഞു കവിയുകയാണ്. In the New Testament, it was so thorough that even Peter's shadow healed the sick. പത്രോസ് കൈവച്ചില്ല. പത്രോസ് നടന്നു പോയപ്പോൾ അവന്റെ നിഴൽ തട്ടിയവർ സൗഖ്യം പ്രാപിച്ചെങ്കിൽ അതേ അഭിഷേകം. Amen. 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 Hallelujah. Hallelujah. Blessed be the name of Jesus. യേശുവിന്റെ നാമത്തിന് മഹത്വം. Blessed be the name of Jesus. യേശുവിന്റെ നാമത്തിന് മഹത്വം. I call Pentecost the incarnation of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറയപ്പെടുന്ന ഒന്നാണ് പെന്തിക്കോസ്. Not like Jesus born in a manger. Oh no. You know incarnation? I cannot get it because of the sound problem. Okay. I call Pentecost the incarnation, the coming into flesh of the Holy Spirit. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ ജഡരൂപത്തിൽ രൂപമെടുക്കുന്നതാണ്, ജഡധാരണമെടുക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ജഡധാരണമാണ് പെന്തിക്കോസ്. Not like Jesus became incarnate when he was born in a stable in Bethlehem. No, 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 no. യേശു കർത്താവ് ജഡം ധരിച്ച് ഈ ഭൂമിയിൽ ജനിച്ചതുപോലെയല്ല. When the Holy Spirit fell, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വീഴുമ്പോൾ, on the upper room, yes, he clothed himself in the flesh of the 120. പരിശുദ്ധാത്മാവ് മാളിക മുറിയിൽ ഇറങ്ങി വന്നപ്പോൾ യേശു ഒരു വസ്ത്രമെന്നതുപോലെ, പരിശുദ്ധാത്മാവ് ഒരു വസ്ത്രമെന്നതുപോലെ തന്റെ ശിഷ്യന്മാരെ ഉടുപ്പിക്കുകയായിരുന്നു. Their bodies became his temples. ആ സാധാരണ മനുഷ്യർ അവന്റെ ആലയമായി മാറി. The Holy Spirit does not work outside. He always works through you, through me, through people. That's why you shall be filled. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നിനക്ക് പുറത്തല്ല, സഭയ്ക്ക് പുറത്തല്ല. ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തി ആരോ അവന്റെ ഉള്ളിലൂടെയാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നീ നിറയപ്പെടേണ്ടത്. You can never go to any place in the world where the Holy Spirit is not. When you arrive, He arrives. ദൈവത്തിന്റെ പൈതലെ, നീ ആത്മനദിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നവനാണെങ്കിൽ നീ ഏത് രാജ്യത്തിയല്ലുമോ ഏത് സ്ഥലത്തിയല്ലുമോ പരിശുദ്ധാത്മാവും അവിടെ എത്തിയിരിക്കും, പരിശുദ്ധാത്മാവും അവിടെ ഉണ്ടായിരിക്കും. And Jesus arrives. യേശു അവിടെ എത്തും. He said, I will never leave you nor forsake you. Where you go, He arrives. Say amen. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എന്റെ കർത്താവും അഭിഷേകത്താൽ നിറഞ്ഞ് എന്നോട് കൂടെയുണ്ട്. ഉറപ്പുള്ളവരൊരു ആമേൻ ഉറക്കം പറഞ്ഞാട്ട്. Hallelujah.
Hallelujah. One or two more things. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ. And then Peter Vandenberg will come. പീറ്റർ അതിനുശേഷമായി സംസാരിക്കുന്നതാണ്. Oh. Hallelujah. I want you to know one thing. നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന വസ്തുതയുണ്ട്. Many people teach today അനേക ആളുകളും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് that you need a new anointing. നിങ്ങൾക്കൊരു പുതിയ അഭിഷേകം വേണമെന്ന്. You need a new anointing. ഒരു പുതിയ അഭിഷേകം. They go from conference to conference because they say they want a new anointing, hoping to get some scraps from somebody else who is anointed. ഓരോ കോൺഫറൻസിൽ നിന്ന് മറ്റൊരു കോൺഫറൻസിലേക്ക് അവർ ഓടിപ്പോവുകയാണ്. പുതിയൊരു അഭിഷേകം, എവിടെ നിന്നെങ്കിലും കുറെ പഴയ കാര്യങ്ങൾ, പുതിയ അഭിഷേകം എന്ന് പറഞ്ഞ് അവർ പ്രാപിക്കാൻ പോകുകയാണ്. The Bible doesn't say that when you have received that flame that you ever need a new anointing, even if convention speakers say so. നിങ്ങൾ ഓർത്തോണം, ദൈവത്തിന്റെ വചനം പറയുന്നത് ആത്മാവിന്റെ അഗ്നി നിന്റെ മേൽ പകർന്നു കഴിഞ്ഞാൽ നീ എന്നും പുതിയ അഭിഷേകത്താൽ നിറയപ്പെട്ടവനാണ്. Just read John chapter 14 verse 16. John chapter 14 verse 16. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. Jesus is talking about the arrival of the Holy Spirit. പരിശുദ്ധാത്മാവ് എഴുന്നള്ളുന്നതിനെ കുറിച്ച് യേശു പറയുകയാണ്. How did he describe him? യേശു എങ്ങനെയാണത് പറഞ്ഞത്? He said, he, the Holy Spirit, will abide with you forever. പരിശുദ്ധാത്മാവ് ഒരു ദിവസത്തേക്കല്ല, ഒരാഴ്ചത്തേക്കല്ല, നിന്നോട് കൂടെ എല്ലായ്പ്പോഴും നിന്റെ ഉള്ളിലുണ്ടായിരിക്കും. How long is forever? എത്ര കാലത്തേക്ക് ഈ എന്നും? To the next conference? അടുത്ത കോൺഫറൻസ് വരെ ഉള്ളോ? Forever is forever and forever and forever and forever and forever. എന്നും 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 എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ആത്മാവ് നിന്റെ മേൽ. And now listen to this. നിങ്ങൾ ശ്രദ്ധിക്കുക. I've studied the New Testament again and again for this one point. ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. Nowhere do we read in the New Testament that the disciples ever went back to the upper room for a repeat experience. നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെല്ലാം പുതിയ നിയമം വായിച്ചാലും മാളിക മുറിയിൽ നിന്ന് ഇറങ്ങിയ ശിഷ്യന്മാർ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മാളിക മുറിക്ക് വേണ്ടി മടങ്ങിപ്പോയതായി വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ല. Why not? എന്തുകൊണ്ട്? Because they knew their flame kept burning, and instead of going back to the upper room, they went to the ends of the earth, the ends of the earth, the ends of the earth, Hallelujah. the ends of the earth. പരിശുദ്ധാത്മാവിന്റെ അഗ്നി, പരിശുദ്ധാത്മാവിന്റെ തീനാളങ്ങൾ അവരുടെ മുകളിൽ സദാ ഉണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും മാളിക മുറിയിലേക്ക് മടങ്ങിപ്പോയില്ല. ഭൂമിയുടെ അറ്റം വരെയും ഭൂലോകത്തിന്റെ അറ്റം വരെയും ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ആളിപ്പടരുന്ന തീപ്പന്തങ്ങളായി അവർ ലോകം മുഴുവൻ കടന്നുപോയി. Amen. Amen. You see, when it comes to the fire of the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീമിന്റെ മേൽ വരുമ്പോൾ, we're not talking about oil fire, not talking about coal fire or wood fire. We talk about the eternal Spirit of God. നാം അപ്പോൾ ചൂടുള്ള അഗ്നിയെ കുറിച്ചോ മറ്റൊന്നുമല്ല പറയുന്നത്, നിത്യാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, നിത്യാഗ്നിയെ കുറിച്ചാണ് പറയുന്നത്. That flame will never die. ആ പടർന്ന ആളിപ്പടർന്ന തീനാളം ഒരിക്കലും ഒരിക്കലും അണഞ്ഞു പോകത്തില്ല. Can I tell you one more thing? ഒരു കാര്യം കൂടെ പറയട്ടെ. Do you give me one more minute? ഒരു നിമിഷം കൂടെ കേൾക്കാൻ ഇഷ്ടമുണ്ടോ? Wave your hand if you give me one more minute. Hey. കരങ്ങൾ വീശിക്കാട്ടെ. ഹല്ലേലൂയ. This is profound. I recommend my own book there. ഞാൻ നിങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ ദാസൻ എഴുതിയ ആ പുസ്തകം അത് ഞാൻ ശുപാർശ ചെയ്യുന്നു. Get that book, you will be blessed. നിങ്ങൾ ആ പുസ്തകം എല്ലാവരും വാങ്ങിക്കണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Holy Spirit revelation and revolution. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടും നവീകരണവും. The Bible says knowledge shall increase. The Bible says knowledge shall increase.
ദൈവത്തിന്റെ വചനം പറയുന്നു ജ്ഞാനം വർദ്ധിക്കും. Today we know more about the Holy Spirit than the Christians knew 100 years ago. ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വലിയ വെളിപ്പാടുകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. And this is freshly minted coin. നിങ്ങൾക്ക് ലഭിക്കാവുന്ന മികച്ച ഒരു കാര്യമാണ് ഈ പുസ്തകം. Amen. Amen. Hallelujah. Hallelujah. Listen to this. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. Some people feel they cannot receive the baptism into the Holy Spirit and with fire because they are not worthy. പരിശുദ്ധാത്മാവിന്റെ അഗ്നി തങ്ങളുടെ മേൽ ആ സ്നാനവും ആഴവും പ്രാപിച്ചില്ല എന്ന് ദുഃഖിക്കുന്നവരുണ്ട്. കാരണം അവർ അത്ര ആത്മീകരെന്ന് കരുതുന്നില്ല. And they try everything to be worthy to receive the baptism in the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ലഭിക്കുവാൻ യോഗ്യതയുള്ള ആർക്കാണ്? But their conscience condemns them. അവരുടെ ഉള്ളിൽ മനസാക്ഷി അവരെ നോവിപ്പിക്കുകയാണ്. I'm not worthy, Lord. I'm not worthy, Lord. I'm not worthy. ഞാൻ അതിന് യോഗ്യനല്ല കർത്താവേ, ഞാൻ അതിന് യോഗ്യനല്ല. I speak to you straight from the throne of God. ദൈവത്തിന്റെ സിംഹാസനത്തിൽ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, if you could make yourself worthy to receive the Holy Spirit, then you no more would need the Holy Spirit. നീ പരിശുദ്ധാത്മാവിന് ലഭിപ്പാൻ തക്കവണ്ണം സ്വയം യോഗ്യനായിട്ട് നീ നിന്നെ പറഞ്ഞാൽ ആത്മാവ് തരുവാൻ തക്കവണ്ണം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. I want to go a step further. I want to go a step further. ഒരു അടി കൂടെ മുന്നോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. If you are washed in the blood of Jesus, യേശുവിന്റെ ചോരയാൽ നീ കഴുകപ്പെട്ടവനാണെങ്കിൽ, our weakness does not repel the Holy Spirit. നമ്മുടെ ഉള്ളിലുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള വിരുദ്ധ മനോഭാവം പരിശുദ്ധാത്മാവിന് നിന്നെ വിരുദ്ധനാക്കുകയില്ല. Our weakness attracts the Holy Spirit. നമ്മുടെ ഒന്നുമില്ലായ്മ, ഞാൻ ഒന്നുമില്ല കർത്താവേ എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിപ്പാൻ ശക്തീകരിക്കുന്നു. Because God said, in the last days, my spirit on all flesh. ദൈവത്തിന്റെ വചനം വ്യക്തമായൊരു വാഗ്ദത്തം നൽകുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന്. And flesh is notoriously weak. എല്ലാ ജഡവും ഏത് സമയത്തും ഏറ്റവും ദുർബലമാണ്. And when you receive that flame from on high, എപ്പോൾ നീ ആത്മാവിന്റെ ആ തീജ്വാല ഏറ്റുവാങ്ങുമോ, in all your unworthiness, നിങ്ങളുടെ എല്ലാ അയോഗ്യതകളുടെയും നടുവിൽ, then the scripture gets fulfilled. He gives power to the faint. അപ്പോഴാണ് നിന്റെ മേൽ ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്ത നിവർത്തി ഉണ്ടാകുന്നത്. And to those who have no might, he increases strength. ഇന്ന് പകൽക്കാലം നീ ബലമില്ലാത്തവനാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ബലമിറക്കി തന്ന് നിന്റെ ബലം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. The weaker you are, the more you qualify to receive the Holy Spirit. ഇന്ന് പകൽക്കാലം നീ എത്ര ദുർബലനാണെന്ന് ബലഹീനനാണെന്ന് നീ ദൈവസന്നിധിയിൽ സമ്മതിക്കുമോ, അതിനെ അപ്പുറത്ത് നിന്റെ ബലത്തോടുകൂടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിറച്ചു മടക്കി അയക്കും. How many of you have learned something here this morning? Amen. How many of you have learned something here this morning? ഇന്ന് പകൽക്കാലം നിങ്ങൾ ചില കാര്യങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. Hallelujah! Hallelujah! Oh, hallelujah! Hallelujah! Come on, let's all stand and worship Jesus. എല്ലാവരും Just എഴുന്നേറ്റ് blow it off. Come on, worship Him. എല്ലാവരും കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് Worship Him. അല്പസമയം ആരാധിച്ചാട്ട് Blow and explode in Jesus' name. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ അഗ്നിയെ ഇന്ന് പകൽക്കാലം ഒന്ന് ആളിപ്പടർത്താൻ പോകുകയാണ്. അല്പസമയം നാവുകളെ തുറന്ന് അധരം തുറന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. All hail the power of Jesus' name. യേശുവിന്റെ Have you നാമത്തിൽ got a good hot song for us? Praise God. A hot song?